അക്ഷയ, മരണവിവരം അറിഞ്ഞുകൊണ്ട് ആളുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. ഒരു 8 വർഷമായിട്ട് ഇത്തരത്തിൽ കുവൈറ്റിൽ ജോലി നോക്കി വരികയായിരുന്നു ആകാശ്. അച്ഛൻ്റെ മരണത്തിന് ശേഷം ജോലിയുമായി മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പം ഇതിനിടയ്ക്ക് 2 തവണ മാത്രമാണ് 3 തവണ മാത്രമാണ് നാട്ടിലേക്ക് വന്നതടക്കമുള്ള കാര്യങ്ങളാണ് എന്തായാലും നാട്ടുകാർക്കടക്കം പറയാനുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പം വീടൊക്കെ ഈ അടുത്ത കാലത്ത് വെച്ചതാണ്. അപ്പോൾ എന്തായാലും നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം നമുക്കൊപ്പം വാർഡ് കൗൺസിലർ കൂടെ ചേരുന്നുണ്ട്. ഇന്നലെ ശരിക്കും ഞങ്ങളൊരു 12:30 ഈ അപകടം സംഭവിച്ചു എന്നറിയുന്നത്. പക്ഷേ ആകാശിൻ്റെ ബോഡി തിരിച്ചറിയാൻ കഴിഞ്ഞത് 6 മണിക്കാണ്. അപ്പോൾ ആകാശിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒരു പ്രിയപ്പെട്ട പുത്രൻ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും ആകാശിൻ്റെ മരണം അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. ആകാശ് ഏകദേശം 8 വർഷമായി കുവൈറ്റിലാണ് ജോലി ചെയ്തു വരുന്നത്. 2 വർഷത്തിന് മുൻപ് നാട്ടിൽ വന്നിരുന്നു. ഈ അടുത്ത മാസം ഓഗസ്റ്റിന് വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നാട്ടിൽ വരാനിരിക്കുകയായിരുന്നു. അതെ, ആകാശിന് 2 വയസ്സുള്ളപ്പോൾ ആകാശിൻ്റെ അച്ഛൻ മരണപ്പെട്ടതാണ്. അതിനുശേഷം അമ്മ ഒരു മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ 2 കുട്ടികളെയും വളർത്തിയത്. ഈ കുടുംബത്തിൻ്റെ ഒരു ആശ്രയം തന്നെ ആകാശായിരുന്നു. അക്ഷയ, ഈ പറയും പോലെ നാട്ടുകാരെല്ലാം തന്നെ വളരെ ദുരിതത്തിൽ തന്നെയാണ്. കാരണം അപ്രതീക്ഷിതമാണ് ഈ ഒരു മരണം. ഒപ്പം ആകാശിൻ്റെ മരണം, ആകാശ് 4ാം നിലയിലെ താമസക്കാരനായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. അതിനിടയ്ക്ക് പുക ശ്വസിച്ചുകൊണ്ടാണ് മരണമടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ പുറത്തേക്ക് വരികയാണ്. അക്ഷയ, ആകാശ് കുറേ കാലമായി അതേ ഫ്ലാറ്റിൽ തന്നെയായിരുന്നു താമസിക്കുന്നതുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ വിദേശകാര്യ മന്ത്രാലയവും സംസ്ഥാന സർക്കാരൊക്കെ ഈ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? എപ്പോഴായിരിക്കും മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക, മറ്റ് നടപടിക്രമങ്ങൾ എന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ കുടുംബാംഗങ്ങളെ ആരെങ്കിലും, അതായത് അവിടെയുള്ള ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? പക്ഷേ നിലവിൽ അങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടില്ല. മറിച്ച് ഇന്ന് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ ആകാശിൻ്റെ വീട് സന്ദർശിക്കുന്നുണ്ട്. അപ്പം എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോവുകയാണ്. നോർക്ക അധികൃതർ ബന്ധപ്പെട്ടതായിട്ട് നിലവിൽ വാർഡ് കൗൺസിലർ അടക്കം പറയുന്നുണ്ട്. അപ്പം അടുത്ത ദിവസം തന്നെ മൃതദേഹം വീട്ടിലെത്തിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഗോകുൽ മരിച്ചതൊരു പ്രവാസിയാണ്. ഒന്നും നല്ല ഈ പറഞ്ഞ എല്ലാവരും ഈ പ്രവാസികൾ അവിടെ നിന്ന് ഈ ചോര നീരാക്കി അവർ പണിയെടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ നമുക്ക് ഈ സുഖ സംവിധാനങ്ങളൊക്കെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് കേരളം ഉണ്ടാകുന്നത് തന്നെ. നമുക്ക് അവിടെയുള്ള കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് പോയി. 8 വർഷമായി ആകാശ് അവിടെ ജോലി ചെയ്ത് വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെയും പറയാനുണ്ടാവും ആകാശിനെ പറ്റി. തീർച്ചയായും അക്ഷയ. ചേട്ടാ, ഇവിടെ അടുത്താണ്, തൊട്ടടുത്തുള്ള ആകാശ് കഴിഞ്ഞ 8 വർഷമായിട്ട് കുവൈറ്റിൽ തന്നെയാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഓഗസ്റ്റ് വരാനിരുന്നതാണ്. അപ്പോഴാണ് എന്തോ വിവാഹം ഒന്നും ആയിട്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു ആവശ്യമായിട്ടാണ് വരാനിരുന്നത്. അത് പെട്ടെന്ന് ഈ ദാരുണമായ ഒരു സ്ഥിതി ഉണ്ടായത്. ഈ പ്രദേശത്ത് നല്ലൊരു പയ്യനായിരുന്നു. എല്ലാവർക്കും ഒരു മാതൃകയായ ഒരു പയ്യനായിരുന്നു. പയ്യനെ വന്നു കഴിഞ്ഞാലും വളരെ സൈലൻ്റ്, ഒരു ഗൾഫുകാരൻ്റെ ഒരു മറ്റു സ്വഭാവങ്ങളോ അഹങ്കാരങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്ത വളരെ നല്ല. ഇതേ പ്രദേശത്ത് വേറെയും ആളുകൾ ഈ താമസിച്ചു വന്നതായിട്ടും കുവൈറ്റിൽ ഇവിടെ അടുത്തുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇവരുടെ കമ്പനിയിലല്ല എന്നാണ് ഉള്ളതേ ഉള്ളൂ. അടുത്ത പ്രദേശത്ത് തന്നെ ഒരുപാട് പേര് ഈ പ്രദേശത്ത് സുഹൃത്തുക്കളൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അവരൊക്കെ പക്ഷെ അന്നേരമൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ ഈ പയ്യനാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. മലയാളികൾ ഉണ്ടെന്ന് അറിയാമായിരുന്നു. പിന്നെ അത് പത്തനംതിട്ട ജില്ലയിലാണെന്നറിഞ്ഞ് അതിനുശേഷമാണ് ഉച്ചയോടുകൂടിയാണ് പന്തളത്ത് ആണെന്നറിയുന്നതും. പന്തളത്ത് അപ്പോഴത്തേക്ക് അവിടുന്ന് കൂട്ടുകാരൊക്കെ അപ്പോൾ ആദ്യം കിട്ടിയ മെസ്സേജ് എന്ന് പറയുന്നത് കുഴപ്പമില്ല, ചെറിയ ഒരു പരിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ പിന്നെ ഒരു 4 മണിയോടുകൂടിയാണ് ടി വിയിലും പത്രങ്ങളിലും എല്ലാം കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ ഈ പയ്യനാണെന്നൊരിക്കലും ഒരു വിശ്വാസം വരുന്നില്ലായിരുന്നു. പക്ഷേ 4 മണിയോടുകൂടിയാണ് ഇത് സ്ഥിരീകരിക്കുന്നത് ആകാശ് തന്നെ ആണെന്നുള്ള സ്വീകരണം വരും. എന്തോ നാട്ടിലേക്ക് അവിടെ അതിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞ് ഇനിയിപ്പോൾ അവിടെ അവധി വരാൻ പോകും. അപ്പോൾ അതിൻ്റെ വേണ്ട സ്പീഡപ്പ് ആക്കിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഇന്നലെ തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. എത്രയും വേഗം തന്നെ കൂടി നാട്ടിലെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് അവരെല്ലാം. അപ്പോൾ മെസ്സേജുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫർദറായിട്ടൊന്നും ഇന്ന് 10 മെസ്സേജുകളൊന്നും അറിഞ്ഞിട്ടില്ല. എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിഞ്ഞത്. ഇപ്പം നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കറും ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർ വരുമ്പോൾ കുറേ കൂടെ കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുമായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്.
പക്ഷേ ഈ പറയും പോലെ തന്നെ 8 വർഷമായിട്ട് വിദേശത്ത് ജോലി ചെയ്ത് വരികയായിരുന്നു. അച്ഛൻ്റെ മരണശേഷം തന്നെ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ആ കുടുംബം കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പം അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഈ കുടുംബത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു മരണ വാർത്ത വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു വാർത്ത വരുന്നത്. എന്തായാലും നാട്ടുകാരടക്കമുള്ളവർ, ബന്ധുക്കളടക്കമുള്ളവർ വലിയ ദുരിതത്തിലും സങ്കടത്തിലും ഒക്കെയാണ്. അക്ഷയ, ഗോകുലാണ് വിവരങ്ങൾ നൽകുന്നത് ആകാശിന്റെ വീട്ടിൽ നിന്നും. അവരൊക്കെയും ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചു എന്നറിയുന്നു, അതിൽ മലയാളികളുണ്ടെന്നറിയുന്നു, അതിനുശേഷം അതിലൊരു പത്തനംതിട്ട ജില്ലക്കാരനുണ്ടെന്ന് അറിയുന്നു. ഏറ്റവും ഒടുവിലാണ് പന്തളത്ത് ആകാശാണ് അതിലൊരാളാണെന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. ആ വേദന പങ്കുവയ്ക്കുകയാണ് അവിടെയുള്ള ആളുകളൊക്കെയും. നേരത്തെ ആകാശിന്റെ ഒരു ബന്ധു നമ്മളോട് പ്രതികരിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കൂടി പോവാം. അവനിപ്പം മൊത്തം 8 വർഷമായി കുവൈറ്റിലായിട്ട്. ഇപ്പം നാട്ടിൽ വന്ന് ലീവിന് വന്ന് പോയിട്ട് ഇപ്പോൾ 1.5 വർഷത്തിൽ മേലെയായി. അവനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. സഹോദരിയുണ്ട്, അവർ വേറെ വിവാഹം കഴിച്ച് വേറെ അവർ താമസിക്കുകയാണ്.